നേരെ പോകുന്നത് ഉത്തരാഖണ്ഡിലേക്കാണ്. അവിടെ നമുക്കറിയാം മുൻപ് മേഘവിസ്ഫോടനം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും മേഘവിസ്ഫോടനം ഉണ്ടായി എന്നുള്ള വാർത്തകൾ കൂടിയാണ് വരുന്നത്. രുദ്രപ്രയാഗ്, ചമോലി ജില്ലകളിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായത്. മിന്നൽ പ്രളയത്തെ തുടർന്ന് നിരവധി പേർ കുടുങ്ങിക്കിടക്കുകയാണ്. രക്ഷാപ്രവർത്തനം യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു. PR അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ്, നേരത്തെ ഉണ്ടായ മേഘസ്ഫോടനവുമായി ബന്ധപ്പെട്ട വലിയ നാശനഷ്ടങ്ങളും ആൾനാശങ്ങളും ഒക്കെ ഉണ്ടായ ഉത്തരാഖണ്ഡിൽ വീണ്ടും ഞെട്ടിച്ചുകൊണ്ടാണ് ഒരു മേഘസ്ഫോടനം കൂടി ഉണ്ടായിരിക്കുന്നത്. ആ വാർത്തകൾ കൂടി പുറത്തു വരുന്നു. ആദ്യഘട്ടത്തിൽ എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നു അരവിന്ദ്? ജിൽസി, വലിയ ആശങ്കയുണ്ടാക്കുന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ നിന്ന് പുറത്തു വരുന്നത്. ഉത്തരാഖണ്ഡിൽ വീണ്ടും മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടായിരിക്കുന്നു. രണ്ടിടങ്ങളിലാണ് അല്പസമയം മുമ്പ് മേഘവിസ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. രുദ്രപ്രയാഗ്, ചമോലി ജില്ലകളിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായത്. ഇപ്പോൾ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയായ പുഷ്കർ സിംഗ് ധാമി തന്നെ എക്സിലൂടെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നിരവധി പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ യുദ്ധകാല അടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. എത്ര പേരാണ് ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. മുൻപ് ദരാലിയിലടക്കം ഒരു മേഘവിസ്ഫോടനം ഉണ്ടാകുകയും അതൊരു മിന്നൽ പ്രളയവുമായി മാറി 60-ലധികം പേരെ കാണാതായിട്ടുണ്ട് എന്നതായിരുന്നു റിപ്പോർട്ട്. 60 പേരെ ഇപ്പോഴും കണ്ടെത്തുവാൻ സാധിച്ചിരുന്നത്. എന്തെങ്കിലും സമാനമായ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ചമോലിയിലും അതുപോലെ തന്നെ രുദ്രപ്രയാഗിലും നിൽക്കുന്നത്. നിരവധി പേർ ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. നിരവധി കുടുംബങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ് ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ചമോലിയിലെ ദേവാൽ മേഖല, രുദ്രപ്രയാഗിലെ ബസുഗോദാർ, തേസിൽ എന്നിവിടങ്ങളിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിലുള്ള ദൗത്യ സംഘങ്ങൾ ഇവിടോട്ട് എത്തിയിട്ടുണ്ടെന്ന് ഇപ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നു. ഇതോടൊപ്പം തന്നെ ചമോലിയിൽ 2 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നതാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. വളർത്തുമൃഗങ്ങളടക്കം ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളടക്കം അതിശക്തമായ മഴയായിരുന്നു ഉത്തരാഖണ്ഡിലെ വിവിധ മേഖലകളിൽ ഉണ്ടായിരുന്നത്. ഈ സെപ്റ്റംബർ 4 വരെ അതിശക്തമായ മഴ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തുടരുമെന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത നിർദ്ദേശം ഇത്തരത്തിൽ മണ്ണിടിച്ചിലിനും അതുപോലെ തന്നെ മിന്നൽ പ്രളയങ്ങൾക്കും സാധ്യതയുള്ള മേഖലകളിൽ നൽകിയിരുന്നു. പക്ഷേ വലിയ ആശങ്കയുണ്ടാക്കുന്ന വാർത്തകൾ ഇന്ന് രാവിലെയോടുകൂടി ഉണ്ടായിരിക്കുന്നു. ഒരു മേഘവിസ്ഫോടനം ഉണ്ടാകുകയും അതൊരു മിന്നൽ പ്രളയവുമായി മാറി ഈ 2 ഇടങ്ങളിലും അതിരൂക്ഷമായ നാശനഷ്ടങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. ജിൽസി.